എന്നാ യോഗമാന്ന് ചോദിക്കണേ. ഇന്നലെ വരെ ഇതിലൊക്കെ ഓടി നടന്ന് ഇറക്കാൻ അവരാണ്ട് വീഡിയോ എടുത്ത് മൊബൈലിൽ ഇട്ട് കഴിഞ്ഞപ്പോ വൈറല്. എന്തോരം പേർക്കാ ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ ചാനലുകാരൊക്കെയാണല്ലോ വന്നേക്കുന്നത്. സമ്മതിക്കണം അവന്റെ ഒരു യോഗം. ആ എന്നാ ബാബു എന്നാ അതിനെ നിനക്ക് എന്റെ വീട്ടിലോട്ടുള്ള വഴി അറിയാൻ മേലേ? കാസർഗോഡുള്ള അമ്മാമ്മയ്ക്ക് വരാനോന്നോ? എന്റെടാ ഇതൊക്കെ അവിടെ വരെ അറിഞ്ഞോ? ഇത് ഭയങ്കര സംഭവം തന്നെയാണ്. അത് സത്യമാണ്. ഇവൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടിട്ട് ഭയങ്കരമായിട്ട് വയറിട്ട് അവരുടെ വീടിന്റെ മുന്നിൽ കൂടെ നടക്കാൻ മേലെന്ന് ആൾക്കാരാണ്. ഭയങ്കര ചാനലുകാരോ ഏട്ടൊക്കെ വന്നിട്ടുണ്ട്. ആ ശരി 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ഇവിടെ വരാൻ നേരത്ത് വിളിച്ചാൽ മതി. ഓരോന്ന് യോഗം ഒന്ന് ആലോചിച്ച് നോക്കണ്ട. ഇവിടുന്ന് പറഞ്ഞില്ലേ എടി ചുമ ഇങ്ങോട്ട് വന്നാടി. നീ ഇത് എവിടെ പോയി കിടക്കോ? നിനക്കൊരു എന്റെ ബോധം കേട്ടോ. ഞാൻ തുണി ഇടാൻ പോയേക്കല്ലായിരുന്നു. എടി നീ ആ ബാബുവിന്റെ വീടിന്റെ വാതിക്കൽ ആള് കൂടി ഇരിക്കുന്ന കണ്ടോ? ചെറുക്കന്റെ വീട്ടിൽ ആള് കൂടി ചെറുക്കൻ എന്താ പറ്റിയല്ലോ? എന്താ ചെയ്ത് ചെറുക്കൻ ആത്മഹത്യ ചെയ്തു? അല്ല അല്ലേലും എനിക്കറിയാം ഈ പഠിക്കുന്ന സമയത്ത് പ്രേമത്തിലൊക്കെ കയറി ചാടും. എന്നിട്ട് അതല്ല ഞാൻ പറയുന്നത്. അതല്ല ഇവൻ ഈ മൊബൈലിലുണ്ടല്ലോ. ആ മൊബൈല് കുത്തിയിട്ടോണ്ട് വിളിക്കരുതെന്ന് ഞാൻ അവനോട് പല പ്രാവശ്യം എനിക്കറിയാം. അതല്ലെന്ന് എടി ഈ മൊബൈലിനകത്തൊരു സാധനം ഉണ്ടല്ലോ. അയ്യോ വല്ല വീഡിയോ എടുത്തിട്ട് ചെറുക്കന്റെ മൊത്തം ആൾക്കാരെല്ലാം കണ്ടു കാണും. അയ്യോ നാണക്കേട്. ആത്മഹത്യ ചെയ്തു. ഞാനൊന്ന് പറയുന്നു മനസ്സിലാക്കി. എടി ഈ ബാബു എന്ന് പറയുന്ന അവൻ ആ മൊബൈലിനകത്ത് ഇന്നലെ രാത്രി ഏതാണ്ട് വീഡിയോ ചെയ്ത് എന്നാ കുഞ്ചാക്കോ ബാബുന്റെ മറ്റേ ദേവദൂതർ പാട്ടി എന്നൊക്കെ വീഡിയോ ഇല്ലേ? അവൻ ഇന്നലെ രാത്രി ആ മുറിക്കകത്തിരുന്നുണ്ട് ഈ വീഡിയോ ചെയ്തിട്ട് റീൽസിലിട്ട് ഈ സാധനം ഒന്നല്ല രാത്രി കൊണ്ട് വൈറലായി. ആൾക്കാരെല്ലാം കൂടെ കണ്ടേച്ച് ഇതാണ്ട് ഇപ്പൊ ചാനലുകാരും നാട്ടുകാരും എല്ലാം കൂടിയ കഴിവഴി ഒന്ന് പോകാൻ വേണമെന്ന്. നമ്മുടെ ബാബു തന്നെയല്ലേ അത്? ഇനി അതേന്ന് നമ്മുടെ ഇവിടെ ഇന്നലേക്ക് ഇവിടെ പുല്ല് പറിക്കാൻ വേണ്ടി വന്ന ബാബുല്ലേ? അതാണ് കേട്ടാ. ഇന്നലെ വൈകുന്നേരത്തെ ചെളി പരട്ടിക്കൊണ്ട് വന്ന ചെറുക്കൻ ഇന്ന് വേണ്ട സെലിബ്രിറ്റി ആയിരിക്കുന്നു. നോക്ക് കാസർഗോഡ് നമ്മുടെ ബാബുല്ലേ മറ്റേ ഓട്ടോഷോ ഓടിക്കുന്ന ബാബു. ബാബുവിന്റെ വൈറലായോ? അവൻ വൈറൽ. അവന്റെ അമ്മാമ്മ വരെ അറിഞ്ഞിട്ട് വരാൻ പോവാണെന്ന് ഇങ്ങോട്ട്. ഇപ്പൊ എന്നെ വിളിച്ചതേ ഉള്ളെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം സോഷ്യൽ മീഡിയയുടെ ഓരോ വളർച്ചയായി. എന്റെ ചേട്ടാ എനിക്ക് അളിയോ എന്റെ അളിയ ഇപ്പോഴെങ്കിലും ഇത്ര വർഷത്തിന് ശേഷം ഇതുപോലെ രണ്ട് ശവങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ചിന്തിച്ച് ഇന്നെങ്കിലും വന്നല്ലോ ഇങ്ങോട്ട്. നിന്നെ എന്നെ കാണാനായിരിക്കും. ഞങ്ങളാ വൈറൽ ബാബുന്റെ വീട്ടിൽ വന്ന വൈറൽ ബാബു. പിന്നെ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വൈറൽ ബാബു അളിയനെങ്ങനെ അറിഞ്ഞു? മൊത്തം വൈറലല്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് ബസ്സിൽ വരുന്ന നേരത്ത് ബാബുവിന്റെ വീഡിയോ കണ്ടു. ഈ ഡ്രൈവർ അടക്കം ബസ് ഓടിക്കുമ്പോ ബാബുവിന്റെ വീഡിയോ കാണുമായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു സെൽഫി എടുക്കണമെന്ന്. ഭാഗ്യം തന്നെ കേട്ടോ. ഈ വൈറലായ ബാബുവിന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കാൻ പറ്റില്ലേ? ഭയങ്കര സംഭവം തന്നെ. ഹലോ ആശംസ അല്ലേ? ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതിയാ? ഓക്കെ ശരി. മണി പൈസ അല്ല സംഭവം വേറെ ഒന്നുമല്ല. ഞാനും വൈറൽ ബാബു കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തായിരുന്നു സെൽഫി. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു. എന്നിട്ട് ആൾക്കാരെല്ലാം കണ്ടിട്ട് ഭയങ്കര എന്നെ വിളിയാ. അപ്പൊ അവര് ആശംസ പറയേ. അവരെ ആശംസ പറയിപ്പിച്ചിട്ട് അവനെ പൈസ വാങ്ങിക്കും. ഞാൻ പൈസ വാങ്ങിക്കും. ചേട്ടൻ മേടിക്കും. 2000 രൂപ വെച്ച് ഒരാളുടെ ഒരാളുടെ കയ്യിൽ ഇവന്റെ പേരും പറഞ്ഞ് 2000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ചുമ്മാ ആരല്ലോ ആശംസ പറയട്ടെ ഇപ്പോഴത്തെ കാലത്ത്. എന്റെ പൊന്നാളെ അളിയനെ ഞാൻ സമ്മതിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞ ഈ ഫോണിനകത്തൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് വൈറലാവോ? ഇട്ടാ മതി വൈറൽ ആയിക്കോളും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ ഈ കല്യാണാലോചന വന്നപ്പോ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞാണോ? പണ്ട് പറഞ്ഞാണോ എന്നോട് ഇത് വേണ്ട വേണ്ട പറഞ്ഞതാണോ? ആ ബാബുവിന്റെ അച്ഛനെ എങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ബാബു നിന്റെ മോനകത്തില്ലായിരുന്നു. ഞങ്ങള് കുടുംബകാര്യം പറഞ്ഞതാണ്. പിന്നെ വീട്ടുകാര്യം കുടുംബകാര്യം നാത്തൂൻ ഇന്നോ നാളെ അങ്ങ് പോവാനുള്ളതല്ലേ ഇങ്ങനെ അടുത്ത് ബഹളം വെക്കാതെ. അയ്യോ ഞങ്ങൾ ഇപ്പൊ ഒന്നും പോകുന്നില്ല. ഇല്ല ഞങ്ങള് ബാബുവിന്റെ കൂടെ ഞങ്ങളും കൂടെ ഒക്കെ ഒന്ന് ആഘോഷിച്ചിട്ടേ പോണുള്ളൂ. ഒരു മാസം കൂടെ കാണും. 1.5 മാസം കാണും. സാധനം വല്ലതും മേടിച്ചോണ്ട് വരണോ? തേങ്ങ പൊട്ടിക്കട്ടെ അരി വറുത്ത ഉണ്ടാക്കാൻ വേണ്ടി പൊടിച്ചു കൊടുക്കാം. ഇല്ല ചേട്ടാ എനിക്ക് ഭയങ്കര സംശയം. ഈ ഫോണിനകത്ത് ഇങ്ങനൊക്കെ വന്നാൽ നമ്മളങ്ങ് വൈറലാവോ? പിന്നെ വൈറലായ സംഭവം ഉണ്ട്, ചരിത്രമുണ്ട്. ഇന്നാളൊരു ദിവസം ക്വാറന്റൈന് ഒരുത്തൻ കടന്നിട്ട് പെർഫെക്റ്റ് ഓക്കെ
ആംപ്ലേറ്റ് ഉച്ചയ്ക്ക് ആംപ്ലേറ്റ് ഈംപ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഇട്ട് ആഹാ. അത് വാങ്ങലായി. ശരിക്കും? പിന്നെ കാണിച്ച്. നീ കണ്ടിട്ടില്ല അല്ലേ? ഇല്ല. കേട്ടെ. ദേ, ഇതോ? ഉച്ചയ്ക്ക് ആംപ്ലേറ്റ് ചോറ് പേരി അപ്പേരി ഒക്കെ അയ്യോ. ഡാൻസ് കേട്ടാ ഒരു ചായ ഒരു വട പേരി ഇത് കൊള്ളാം. അല്ല നാത്തൂനെ, ഇതിനകത്ത് വല്ല സ്വർണ്ണക്കട്ടിയുണ്ട്. ഇത് തോളെ തന്നെ ഇട്ടോണ്ടിരിക്കുന്നു. അയ്യോ അതല്ല ഞങ്ങൾ രണ്ടുപേരും തുണികളാ ഇനിയിപ്പോ ഞങ്ങൾ 1.5 മാസം കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ. എന്നാ താത്ത് വെക്കത് അല്ലേ. പിന്നെ ഈ ചോറ് ഓംപ്ലേറ്റ് ഗീംപ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ വൈറലാവത്തുള്ളൂ. അയ്യോ അത് മാത്രല്ല ഇനി ആഹാരം കഴിച്ച് നമുക്ക് മടുത്താലും നമ്മൾ വൈറലാവും. മടുത്താലും വൈറലാവും. അത് ഞാൻ വേറെ കാണിച്ചു കാണിച്ചു കൊടുക്കാം. ഇത് നോക്കങ്ങോട്ട്. പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു തക്കാളി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു പരിപ്പ് കഴിച്ച് കഴിച്ച് ഇതൊക്കെ കളിക്കാൻ വൈറലാവും അല്ലേ? അയ്യോ ഇത് ഭയങ്കര സംഭവം കേട്ടോ. അയ്യോ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ പൊട്ടക്കിടത്തിലെ തവളയായി പോയല്ലോ കേട്ടോ. നീ മാക്കാച്ചി തവളയാ. അയ്യോ എനിക്കൊന്നും പോട്ടെ. ശരി എന്നാ. ചേട്ടന് വിശന്ന് കഴിഞ്ഞാൽ അപ്പൊ ദേഷ്യം വരും. എന്റെ ഇതുപോലെ തന്നെ നൈറ്റ് ഇരിപ്പുണ്ട്, വേണേ എടുത്തിട്ടു. അയ്യോ വേണ്ട ഇത് മതി. മതിയോ? ശരി. ഗ്യാസ്. കഴിച്ചിട്ട് ബാബുവിനെ കാണാൻ പോവാ. അത് അപ്പുറം വഴി പോ. ദൈവമേ, ബാബുവിന്റെ വീട്ടിൽ വീണ്ടും ആള് കൂടുവാണല്ലോ. എനിക്ക് എങ്ങനെങ്കിലും വൈറലാവണം. എങ്ങനെയും വൈറലാവണം. ആഹാ, എന്റെ വീട്ടിലും വേണം ആൾക്കാർ. എനിക്ക് വൈറലാവും. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാലേ വേണ്ടാന്ന് പറയരുത്. കാര്യം എന്നാന്ന് പറയാ പറയട്ടെ. പിന്നെ കൊഞ്ചല്ലേ കൊച്ചെ പറ. എനിക്ക് വൈറലാവണോ? അല്ല അതിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ വളരട്ടെ. സ്കൂൾ ഫീസ് കൊടുക്കണോ കൂടുതൽ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. അളിയനൊക്കെ പോകുന്നതിന് എവിടെ എന്തിന് ഇതെന്താ ഷട്ടറൊക്കെ ഊരിയിരിക്കുന്നേ? നീ അല്ലേ നേരത്തെ പറഞ്ഞേ എന്തോന്ന് വൈറലാകണോന്ന്? വൈറലാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വൈറലാവണമെന്നാ പറഞ്ഞത്. അയ്യേ ഷർട്ടും ഒക്കെ ഒരു തിക്കുറിശിയുടെ വിഗ്രഹം കാണിച്ചോണ്ട് നിൽക്കുന്നു. നാണക്കേട്. ഷട്ടിട്ട് നാത്തൂടൊക്കെ ഉള്ള ഷട്ടിട്ട്. നിനക്ക് വല്ലവനും വൈറലായത് എന്റെ അളിയാ ഇവള് പറയുന്നത് കേട്ടോളിയാ. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞോണ്ട് ഈ വീട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിൽ കിടന്ന് കുടുംബകാലം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാടി സംഭവം? അവള് പറഞ്ഞു കേട്ടോ അവൾക്ക് വൈറലാവണമെന്ന്. വൈറലാവണമെന്നുണ്ടെങ്കിൽ ശകല കഴിവുകളെ കഴിവ്. ഇതൊക്കെ എന്നാ മാങ്ങാത്തൊലി കഴിവിരുന്നിട്ട് ഞാൻ അവളെ വൈറലാക്കുന്നത്. അളി അതൊന്നും പറയണ്ട, കഴിവിന്റെ കാര്യമൊന്നും പറയണ്ട. ഞാൻ പണ്ട് ഇവിടെ ഡാൻസ് പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വിട്ടു. പാട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വിട്ടു. കരോട്ട പഠിക്കാൻ പറഞ്ഞു വിട്ടു. എന്നിട്ട് പഠിച്ചോ? ഇല്ല, ആ പ്രസ്ഥാനം അങ്ങ് പൂട്ടി. മാസ്റ്ററിന്റെ അടിനാമ ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ പുള്ളി 3 ദിവസം ചത്തുപോയി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കഴിവില്ലാത്ത ഇവളെ ഞാൻ എങ്ങനെ വൈറലാക്കും? വല്ലവനും കിടന്ന് തുള്ളുന്ന കണ്ടോണ്ട് ഈ വീട്ടിൽ കിടന്ന് തുള്ളാൻ പറ്റുമോ? പിന്നെ അത്യാവശ്യം കുടുംബത്തിൽ കഴിവും ടൈമിങ്ങും ഉള്ള ആള് ഞാൻ മാത്രമാണ്. കഴിവും ടൈമിങ്ങും കറക്റ്റ് ആയിട്ടുണ്ട്. അത് ശരിയാ. എന്റെ ചേട്ടന് ഭയങ്കര ടൈമിങ്ങാ. ഒരു കലം ചോറ് മുമ്പിലും വെച്ചേച്ചും നമ്മൾ കറി ഒഴിക്കാൻ തിരിയുന്ന ആ ടൈമില് ഈ ചോറ് മുഴുവൻ തിന്നു തീർക്കും. ഇതുപോലെ ടൈമിംഗ് ഉള്ള ഒരു മനുഷ്യൻ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വൈറലാവണം ചേട്ടാ. ഇന്ന് വരെ ഞാൻ എന്റെ ഒറ്റ ആഗ്രഹവും ചേട്ടനോട് പറഞ്ഞില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ആഗ്രഹം പറയുവാ, എനിക്ക് വൈറലാവണം. വൈറലാവണമെന്ന് പറഞ്ഞ അവൻ വേറൊരു സാധനം അന്ന് ഹിറ്റ് ആയതുകൊണ്ട് എടുത്തിട്ടല്ലേ. നീ ആവശ്യമില്ല, നീ ആദ്യം വീട്ടിൽ ചെന്ന് വല്ല കഞ്ഞി വെക്കുക. എനിക്ക് വയറിലോട്ട് വല്ല ആകൊണ്ട് കൊണ്ടുപോകുന്നതാ. ചേട്ടാ എനിക്ക് എങ്ങനെങ്കിലും വൈറലാവണം. ഈ മൊബൈലിനകത്ത് ഷൂട്ട് ചെയ്താൽ നാത്തൂടെ വൈറലാവത്തില്ലേ? നമ്മള് വൈറലാവും. നാത്തൂനെ നിങ്ങൾക്ക് ആ വീട്ടിലെങ്ങാനും ഇടുന്നാ പോരായിരുന്നോ? എന്റെ അളിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇട്ടേച്ചാ മതി. അതങ്ങ് വൈറലാവും. ഞാൻ പറഞ്ഞുതരാം ചേട്ടൻ്റെ ഐഡിയ. ഞാൻ പറഞ്ഞുതരാം എന്തുവാ നമ്മൾ ചെയ്യണേന്ന്. നിനക്ക് ആകെ കൂടി അറിയാം. നുണ പറയാലോ. നുണ പറഞ്ഞ് വൈറലാകാൻ വേണ്ടി പറ്റുമോ? മൊബൈലിൽ നുണ പറഞ്ഞ് വൈറലാവല്ല. ഞാൻ അങ്ങ് കിണറ്റിച്ചാടാം. അപ്പൊ ചേട്ടൻ കരയിൽ നിന്നിട്ട് മൊബൈൽ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യണം. അപ്പൊ എല്ലാരും കാണും, ഞാൻ വൈറലാവും. അയ്യേ ചേട്ടൻ കാഞ്ഞും വൈറലാകും. നീ കണ്ടി ചാട്ടിയിട്ട് വേണം എല്ലാരും പറയണം അവനെ കെട്ടി തള്ളിയിട്ട് കൊന്നെന്നും പറഞ്ഞോണ്ട് ഞാൻ വൈറലാവുമല്ലേ ചെയ്യുന്നത്? ഞാൻ ജയിലാവുക ചെയ്യുന്നത്. പിന്നെ എനിക്ക് വൈറലാവാൻ ഞാനിപ്പോ എന്ത് വേണ്ട ചെയ്യണ്ടേ? പറ ഒരു കാര്യം ചെയ്യും. നീ എന്തേലും ഒരു അബദ്ധം കാണിക്കും, ഞാൻ വീഡിയോ എടുക്കാം. ആണോ? ഇതിപ്പോ എന്ത് വൈറലാവാന്? ചേട്ടൻ ഞാനൊരു ഐഡിയ പറയട്ടെ. ചേട്ടൻ എന്തെങ്കിലും ഒരു അബദ്ധം കാണിക്കും, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അതിപ്പോ വൈറലാവുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണ കാത്തിലിട്ട് നാട്ടുകാരെ കാണിച്ചാൽ ഇത്ര പോലും ബോധമില്ലാത്ത നീ എങ്ങനെ വൈറലാവൂന്നാണ് ഈ പറയുന്നത്? നീ ആദ്യം വീട്ടിലോട്ട് ചെയ്ത പശു എല്ലാം കൂടെ അവിടെ കിടന്ന് നീ അതിനെ പുല്ലി എത്തി കൊടുക്കും. പുല്ലി എത്താൻ എനിക്ക് മനസ്സില്ല. എനിക്ക് ഇപ്പൊ വൈറലാവണം. വൈറലാകാൻ റെഡി ആയിക്കോ. സോഷ്യൽ മീഡിയ ഡാൻസ് കളിച്ചിട്ട് വൈറലായ ഒരു താരത്തിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ജിൻഡോ. എവിടെ? ജിൻഡോ ജോൺ.
അയ്യോ ഭയങ്കര ലൈക്ക് അയാൾക്ക്. അയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചേച്ചി വൈറലാവും ഉറപ്പാ. അളിയാ കണ്ടിട്ടില്ലേ മറ്റേ സ്റ്റാൻഡിലൊക്കെ കിടന്ന് ഡാൻസ് കളിച്ചിങ്ങനെ ആ പുള്ളി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി നിനക്ക് ക്ലാസ് എടുക്കും, നീ വൈറലാവും. അയ്യോ വിളിക്ക് വിളിക്ക്, എനിക്ക് വൈറലാവണം, എനിക്ക് വൈറലാവണം, എനിക്ക് വൈറലാവണം, ചിന്തോച്ചാ, എനിക്ക് വൈറലാവണം. ചിന്തോച്ചാ, വാ. നോക്കട്ടെ, ഞാൻ വൈറലാവും. ചിന്തോച്ചാ, കലക്കി ചിന്തോച്ചാ. എടാ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഒരു വീട്ടിലോട്ട് കയറി വരുന്നത് നന്നായിട്ട് കയറി ഇങ്ങോട്ട് വന്നാൽ പോലും ഇവിടെ കിടന്നിട്ട് കഥക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? എൻട്രി പഞ്ചുമാക്കണ്ടേ? എന്നാ എൻട്രി പഞ്ച്? ഇവരെയാണോ വൈറലാക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞു? പുള്ളിയാണ് വൈറലാക്കുന്നത്. എന്നെ എങ്ങനെ വൈറലാക്കുന്നു? അതാക്കിക്കോളും. സാറേ എന്നെ ഒന്ന് വൈറലാക്കി തരുമോ? കുട്ടിയാണ് ആ, അതെ, താല്പര്യമുണ്ടോ? എനിക്ക് ഭയങ്കര താല്പര്യ. മതി, ആ താല്പര്യം മാത്രം മതി നമുക്ക്. എന്തോ നീ എന്നാ ഉദ്ദേശിച്ചു? എനിക്ക് മനസ്സിലായില്ല. അല്ല വൈറലാക്കാനുള്ള താല്പര്യം. അതല്ലാതെ വേറെ താല്പര്യത്തിലല്ലോ. വേറെ നീ താല്പര്യം എന്താണ് വീട്ടിൽ വന്ന് പെമ്പിള്ളാരെ കെട്ടിപ്പിടിക്കുന്നത്? കെട്ടിപ്പിടിക്കുന്ന ഒന്നും അല്ല, അങ്ങനെ അതിന്റെ ഒരു ശീലം. താല്പര്യമുണ്ടല്ലോ, എനിക്ക് അത് താല്പര്യം. മതി. വാ. എടാ നീ എന്തിനാ ഇത് തൊടുന്നേന്ന്? എന്റെ പ്രോപ്പർട്ടി തൊടുത്ത് എനിക്ക് ഇഷ്ടമല്ല. പോ. ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മള് ഈ വീഡിയോ വൈറലാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. എന്താ കാര്യം? എങ്കിൽ മാത്രമേ വൈറലാവത്തുള്ളൂ. ടിപ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ, ടിപ്സ്. ഒറ്റ ദിവസം കൊണ്ടാകണേ. പിന്നെ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലുള്ള സാധനം നമ്മളങ്ങ് ഉപേക്ഷിക്കും. ഇല്ല, നടക്കുകയല്ല. എന്റെ ഭാര്യയുടെ ദേഹത്ത് ഡോക്ടർമാരെ കൊണ്ട് കത്തി വെക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. ഈ അളിയല്ല ഇപ്പൊ. അങ്ങനൊന്നും ഇല്ല. ജിൻഡോ പറ, എന്റെ ശരീരത്തിലെ ഏത് അവയവമാണ് ചെത്തിക്കളയേണ്ടത്? അതല്ല ഞാൻ പറഞ്ഞത് വേറെന്നോ. ആ. നാണമില്ല, നാണം. അതങ്ങ് ശരീരത്തിൽ നിന്ന് കളയണം. അപ്പൊ നമ്മള് നാണോ മാനോ ഇല്ലാതെ നിക്കണം. നാണോ മാനമില്ലാതെ അങ്ങ് അത് നിൽക്കണം. പറ്റും. അതാണ് ആദ്യം വേണ്ടത്. കുടുംബക്കാരായിട്ട് അങ്ങനെ. പിന്നെ വേണ്ടത് തൊലിക്കട്ടി. തൊലിക്കട്ടി എന്റെ നോക്കിക്കേ, തൊലിക്കട്ടി നോക്കട്ടെ. ഇവിടെ നല്ല കട്ടി. എവിടെ കട്ടി? ആ തൊലിക്ക് കട്ടി ഉണ്ടോ ഇല്ലെന്ന് ഞാൻ നോക്കിക്കോളാം. നീ നോക്കേണ്ട ആവശ്യമില്ല. തൊലിക്കട്ടി വേണം. എടാ തൊലിക്കട്ടി ഉണ്ടോ എന്ന് ഞാൻ നോക്കിക്കോളാം. നീ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മാറിയില്ലേ? എടീ അളിയൻ നിന്നെ വൈറലാക്കാൻ സമ്മതിക്കത്തില്ലേ? ഒരു കാര്യം പറഞ്ഞേക്കാം. അത് എന്നെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലേ? എന്നെ ഒരു വലിയൊരാളാക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലേ? ഇവിടെ ആള് കയറാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലേ? നോക്ക്, എനിക്ക് തൊലിക്കട്ടി ഉണ്ടോ? ആ തൊലിക്കട്ടി നോക്കേണ്ട കാര്യമില്ലല്ലോ. തൊലിക്കട്ടി പറഞ്ഞു കൊടുത്താൽ മതി. ഡാൻസ് കളിക്കാൻ അറിഞ്ഞിരിക്കണം. തൊലിക്കട്ടി വേണം. ആ എന്നാ പറ, ബാക്കി കാര്യം പറ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രേക്ഷകരുടെ മോനാവും. പ്രേക്ഷകരുടെ മോനാവും. അങ്ങനെ മോനാവുന്നേ? മോനെന്ന് പറഞ്ഞാൽ കമന്റ് ചക്കര മോനെ, പൊന്നാര മോനെ. അങ്ങനെയൊന്നുമില്ല. അവര് പലതൊക്കെ ഇട്ട് നമ്മൾ വിളിക്കും. നമ്മളങ്ങ് എടുത്താൽ മതി. മോനാവും, മോനാവും. എനിക്ക് മോളാവണം. എനിക്ക് എല്ലാവരും മോളാവണം. മോളും മോനും ആക്കും. പോരെ? പിന്നെ നമ്മള് എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നമ്മൾ എന്നും ഓർക്കും. അവര് തുമ്മി തുമ്മി മടുക്കും. അതല്ല നമ്മുടെ കഴിവ് വീഡിയോ കണ്ടു അങ്ങനെ അങ്ങ് പിന്നെ എനിക്ക് എന്റെ അച്ഛനും അമ്മയും തുമ്മി തുമ്മി മടുപ്പിക്കണം. അപ്പൊ നമുക്ക് ഡാൻസ് റിഹേഴ്സൽ നോക്കാം. ഈ ഡാൻസ് കളിച്ചാലാ നമ്മള് വൈറലാ. പിന്നെ ഞാൻ അങ്ങനെയല്ലേ, ഞാൻ എവിടെയെല്ലാം ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ കല്യാണ വീട്ടിൽ കളിച്ചിട്ടുണ്ട്, മരണ വീട്ടിൽ കളിച്ചിട്ടുണ്ട്. മരണ വീട്ടിലാരും സ്റ്റെപ്പ്. എടാ എനിക്ക് ഫോണിൽ ബെല്ലടിച്ചാൽ നീ എത്ര ഡാൻസ് കളിക്കുന്നത്? ഞാൻ അങ്ങനെയാണ്. കട്ടി കട്ടി മ്യൂസിക് എവിടെ കേട്ടാലും കളിക്കും. ആണ്. അതാണ് ഞാൻ. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ നമ്മള് ഡാൻസ് ഒന്ന് നോക്കാം. ഡാൻസ് വെക്കാം. ഓക്കെ, ഡാൻസ് നോക്കാം. നല്ല പോലെ കേട്ടോ. നീ പറഞ്ഞു കൊടുറാവേ വാവുണ്ട്. നിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ മനുഷ്യ? പിന്നെ നിന്റെ ദേഹത്തോട്ട് പിന്നെ ഞാൻ നോക്കിക്കൊണ്ട് അളിയാ ഒരു രണ്ട് ദൂരെ എവിടെയും പോയി മുട്ടാൻ വെച്ചത്. നീ പോകുന്നുണ്ട്. നിനക്കത് പറയാം. ഡാൻസ് നോക്കണം. ഡാൻസ് റെഡി? പഠിച്ചാ മതി. ഞാൻ കളിച്ച കറക്റ്റാണോ? ഇത് കളിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കളിച്ചാൽ പോരാ. തിരക്കുള്ള സ്ഥലമില്ലേ? പാളയം ചന്ത. ഇല്ല, നമ്മൾ എറണാകുളം സ്ഥലമുണ്ട് ബ്രോഡ്വേ, ബ്രോഡ്വേ. ബ്രോഡ്വേ. അവിടെ പോയി നിങ്ങൾക്ക് ഡാൻസ് കളിക്കണം. എവിടെയാണേലും കളിക്കാൻ തയ്യാറോ? പെട്ടെന്ന് വരണം. ഇതൊന്നും പരിപാടി നടക്കൂല. ഇങ്ങനത്തെ പരിപാടി ഒന്നും ഈ വീട്ടിൽ നടക്കൂല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഒന്ന് കളിച്ച് കാണിക്കും. അല്ലാതെ ചുടുതാറൊക്കെ ഇട്ട് കളിക്കുവാണെങ്കിൽ നിന്നെ വയറിലാക്കാൻ ഈ ഞാനാണ്. സാധനം കളിച്ച് കാണിക്കേ. അതെ കളിച്ച് കാണിക്കും, നോക്കട്ടെ. ഞാൻ വീഡിയോ കളിച്ച് കാണിക്കും. ഞാൻ കളിക്കണം. കളിച്ച് കാണിക്കും. പെങ്ങളെ എനിക്ക് സ്റ്റെപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. കുഴപ്പമില്ല. ഈ പാടുന്നു കളിച്ച നാത്തൂനെ എന്തേലും ഉണ്ടെ പറഞ്ഞു. നമ്മുടെ അമ്മൂമ്മ മനസ്സിൽ ധ്യാനിച്ചോണം. നമ്മുടെ അച്ഛൻ അമ്മയ്ക്ക് ഇരിക്കുന്നത്. അമ്മയ്ക്ക് ഇട്ടിരിക്കുന്നത്, അച്ഛൻ ഇട്ടിരിക്കുന്നത്. പിന്നെ മറ്റേ ഉണ്ട്, ഇത് വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ, മറ്റേ ഇങ്ങനെ കളിക്കണ്ടേ, 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 ഇങ്ങനെ കളിക്കണ്ടേ. വൈറലാവണ്ട. എന്നെ ഏതെങ്കിലും ഒരു ആശുപത്രി ആശുപത്രി കൊണ്ടാ മതിയാണ്. എടി ബെല്ലവനും ബെല്ല മൊബൈലിലും ഇട്ട് വൈറലായെന്ന് പറഞ്ഞ് നീ ഇവിടെ കിടന്ന് തുള്ളിയാലൊന്നും വൈറലാവത്തില്ല. എടി സോഷ്യൽ മീഡിയക്ക് ഒരു സ്വഭാവമുണ്ട്. നീ ഉമ്മ ഇങ്ങനെ കോനാമ്പീച്ച കാണിക്കുന്ന പോലല്ല. എടി നല്ലതാണെങ്കിൽ മാത്രം അംഗീകരിക്കും. പിന്നെ വേറെ സംഭവം ഉണ്ട്. ഇന്ന് ഒരുത്തനെ ഈ വാനോളം അങ്ങ് പൊക്കും, വേറൊരുത്തൻ നാളെ വരാൻ നേരത്ത് ഇവനെ താഴോട്ടങ്ങ് ഇടും. അല്ല നിന്റെ കോനാമ്പീച്ച അല്ല സോഷ്യൽ മീഡിയ. അതാ പറയുന്നത് സോഷ്യൽ മീഡിയ അങ്ങനാ. എങ്ങനാ? ഇന്ന് ഞാൻ, നാളെ നീ.